KPCC അധ്യക്ഷൻ എന്ന നിലയിൽ സമസ്തയുടെ 100 വർഷക്കാലത്തെ ചരിത്രവും സമസ്തയുടെ ഈ ഒരു സമ്മേളനത്തെയും സമസ്ത പുലർത്തുന്ന ആദർശത്തെയും ഒക്കെ ആ ഒരു ജനാധിപത്യ ബോധത്തെയും ഒക്കെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വലിയ അഭിമാനത്തോടെയാണ് സമസ്തയുടെ 100 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്. അത് അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ്. മുസ്ലിം ജനവിഭാഗങ്ങളുടെ നന്മയിലുള്ള വളർച്ചയ്ക്ക് സമസ്ത എല്ലാ മേഖലയിലും കരുത്തുറ്റ നേതൃത്വം നൽകി. വിദ്യാഭ്യാസത്തിലൂടെയാണ് അതിൻ്റെ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനം രൂപപ്പെട്ടിട്ടുള്ളത്. നല്ല മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തലത്തിലുമുള്ള ബോധവൽക്കരണം നടന്നിട്ടുണ്ട്. സംസ്ഥ വഹിച്ച പങ്ക്, നേതൃത്വപരമായ പങ്കാളിത്തം വളരെ വലുതാണ്. അതിന് എല്ലാ അഭിനന്ദനങ്ങളും. 100 വയസ്സ് പൂർത്തീകരിക്കുമ്പോഴും ഒരു യുവാവിൻ്റെ പ്രസരിപ്പോടെ സംസ്ഥയ്ക്ക് മുന്നേറാൻ സാധിക്കുന്നു. ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് അത് കൂടുതൽ കരുത്ത് പകരും എന്ന വിശ്വാസമാണുള്ളത്. ഈ ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. കേരളത്തിൻ്റെ ജനാധിപത്യ ബോധത്തിലും ഇപ്പോൾ മതസ്പർദ്ധകളൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പല പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ന്യൂനപക്ഷം നിരന്തരമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് സമസ്ത പോലെയുള്ള സംഘടനകൾ, കോൺഗ്രസ് പോലെയുള്ള വലിയ ജനാധിപത്യ പാർട്ടികൾക്ക് എത്രത്തോളം വിലമതിക്കുന്നുണ്ട്? സമസ്ത കേരളത്തിൽ വഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പങ്ക് മതേതര മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. മതസൗഹാർദ്ദം വെച്ചു പുലർത്താൻ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ കേരളം സമാധാനത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല എന്നത് സമസ്തയുടെ കൂടി വലിയ നേതൃത്വപരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. അതിനെ കേരളീയ പൊതുസമൂഹം നന്ദിയോടെയാണ് കാണുന്നത്. മതസൗഹാർദ്ദം ചോദ്യം ചെയ്യപ്പെടുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന പല പ്രവണതകളും നടന്നു വരുമ്പോൾ അതിനെയെല്ലാം അതിജീവിക്കാൻ സാധിക്കുന്ന കരുത്ത് സമസ്തയ്ക്കുണ്ട്. സമസ്തയുടെ നേതൃത്വം അതിന് സഹായകരമാകും. കേരളത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സമസ്തയുടെ പങ്കാളിത്തം വളരെ വലുതാണ്.